ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. അള്ളാന്റെ മുറാദ് അതാണ്. ആ മുറാദിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യാൻ, എന്നല്ലാതെ എനിക്ക് അള്ളാഹ് കിട്ടേണ്ട ചില മുറാദുണ്ട്, അതിനു വേണ്ടിയല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മുറാദുണ്ടെങ്കിൽ നേർച്ചയാക്കിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെന്നറിയോ, ആ മുറാദ് ഹാസിലായാലും ഇല്ലെങ്കിലും ഇബാദത്ത് മുടക്കാൻ പാടില്ല. ചിലർ അങ്ങനെയാ, എന്തെങ്കിലും ആവശ്യം, ഒരു രോഗമുണ്ട്, ആ രോഗം മാറിയ പിന്നെ ആ ചൊല്ലാൻ പറഞ്ഞ ദിക്റൊക്കെ അവിടെ ഇട്ടേച്ചു പോകും. ഇനി മതി, സംഗതി നടന്നല്ലോ, ഇനിയിപ്പോൾ എന്തിനാ? അങ്ങനെയല്ല. യാ ഹാദാ ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. അള്ളാന്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടാനല്ല നീ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ ചില ലാഭങ്ങൾക്കല്ല. പിന്നെയോ അള്ളാഹു എന്തിനാണോ നിന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതിനാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അറിയണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്ക്, മാ നളർതു ബിബസ്രി, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോഴെല്ലാം, വലാ നതഖതു ബിലിസാനി, എൻ്റെ നാവുകൊണ്ട് ഞാൻ വല്ലതും പറയുമ്പോഴെല്ലാം, വലാ ബതഷ്തു ബിയദി, എൻ്റെ കൈകൊണ്ട് സ്പർശിക്കുമ്പോഴെല്ലാം, വലാ നഹദതു അലാ ഖദമി, എൻ്റെ കാലുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴെല്ലാം, ഹത്താ അൻദുറ അലാ ത്വാഅത്തില്ലാഹ് ഔ അലാ മഅസിയതിഹി, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അല്ലാഹുവിനെ അനുസരിക്കലാണോ അള്ളാഹുവിനെ തെറ്റ് ചെയ്യലാണോ എന്ന് ചിന്തിക്കുകയാണ്. അത് അള്ളാഹിൻ്റെ അനുസരണയാണെങ്കിൽ മാത്രമേ ഞാനത് പറയൂ, ഞാനത് തൊടൂ, ഞാനത് നോക്കൂ, ഞാൻ അതിലേക്ക് നടക്കൂ. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ ഞാനത് ചെയ്യാറില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി. യാ അല്ലാഹ്, മൻ അഹബ്ബല്ലാഹ ലം യകുൻ ഷൈഉൻ ഇൻദഹു ആഥറു മിൻ റിളാ. അല്ലാഹനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹന്റെ ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം. ഇഫ് യു ലവ് അല്ലാഹ് യു വിൽ പ്രിഫർ ഹിസ് പ്ലഷർ ദാൻ എനിത്തിങ് എൽസ്. അല്ലാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്, അതുപോലെ ഹൃദയം ശുദ്ധമാക്കിക്കോളി. സ്വർഗത്തിലേക്ക് പോകാൻ ഇത്രമേൽ എളുപ്പമുള്ളൊരു അമൽ വേറെയില്ല. ഖൽബിൽ ആരോടും ദേഷ്യം വെക്കല്ലേ. റമദാനാണ് വരുന്നത്. ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചവർ, ഒരുപാട് നമ്മളെ ദുഃഖിപ്പിച്ചവർ, കരയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചവർ, നമ്മുടെ മേൽ ഭാരം ചുമത്തി വെച്ചവർ, നമ്മളെ ആക്ഷേപിച്ചവർ, നമ്മളെ പരിഹസിച്ചവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ പഠിക്കുന്ന സ്കൂൾ മുതൽ മദ്രസ കാലം മുതൽ ഇപ്പോഴുണ്ടായിരിക്കും. എല്ലാവർക്കും പുറത്തു കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുക, നിരുപാധികം മാപ്പ്. മുത്തനബിയുടെ ഒരു കവിതയുണ്ട്, അയാളുടെ പ്രേമഭാചനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ അത് തൗഹീദിൻ്റെ മധുരമറിയുന്ന മുഅ്മിനീങ്ങൾക്ക് ഹൃദയം ശുദ്ധമാക്കാൻ നല്ലതാണ്. അറൂഹു വഖദ് ഖതംതു അലാ ഫുആദി ബിഹുബ്ബിക അയ്യഹുല്ല ബിഹി സിവാക. ഞാൻ മെഹബൂബേ നിന്റെ അരികത്തുനിന്ന് ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ ഹൃദയം സീല് വെച്ച് പൂട്ടിയിരിക്കുന്നു. ഈ ഹൃദയത്തിലേക്ക് ഇനി വേറെ ഒരാളും കയറി വരരുത്. അള്ളാഹുവിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കേണ്ടത്? അള്ളാഹിൻ്റെ മഹബത്തിനൂടെ പൈസൻ്റെ മഹബത്ത് അത് വരരുത്. കാറിനോടുള്ള മഹബത്ത് അല്ലെങ്കിൽ ലക്ഷറിയോടുള്ള മഹബത്ത് ഇത് വേണ്ട. മഹബത്ത് അള്ളാഹുവിനാണ്. മറ്റേതൊക്കെ ദുന്യാവിൽ ആവശ്യമുള്ള ഖദർ എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്, അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫലൗ അന്നിസ്തതഅതു ഗളൽതു തർഫി ഫലം അൻദുർ ബിഹി ഹത്താ അറാക. അല്ലാഹുവേ, എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണ് ഞാൻ പൂട്ടുമായിരുന്നു. ആ കണ്ണ് ഞാൻ തുറക്കുന്നത് റബ്ബേ നിന്നെ കാണുമ്പോഴായിരിക്കും. If I could, I would close my eyes and I would open it only when I see you, Allah. നമ്മുടെ കണ്ണുകൊണ്ട് അല്ലാഹുവേ നിന്നെ കാണുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണ് തുറക്കുള്ളൂ. അതുവരെ കണ്ണുപൂട്ടി നടക്കാൻ എൻ്റെ ആഗ്രഹം പടച്ചവനെ. മൂപ്പരുടെ പ്രേമഭാജ ലവറെ കുറിച്ച് പറഞ്ഞതാ. വേറെ ആരും കാണണ്ട, എനിക്ക് നിന്നെ മാത്രം കണ്ടാൽ മതി. പക്ഷെ അത് നമ്മൾ ഈമാനിൻ്റെ വശത്തേക്ക് എടുത്തു നോക്കൂ. പറ്റുമെങ്കിൽ അങ്ങനെയാണ്. ഉഹിബ്ബുക ലാ ബിബഅദി ബൽ ബികുല്ലി വഇൻ ലം യുബ്ഖി ഹുബ്ബുക ലി ഹറാക.
നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, എൻ്റെ ശരീരം മുഴുവനുമാണ് നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വഫിൽ അഹ്ബാബി മഖ്സൂസും ബിവജ്ദിൻ വആഖറു യദ്ദഈ മഅഹു ഇശ്തിറാകാ. സ്നേഹിക്കുന്നവർ ഒരാളെ മാത്രം മറ്റൊരാളെയും സ്നേഹിക്കാതെ ഒറ്റക്ക് സ്നേഹിക്കുന്നവരുണ്ട്. ചില ആളുകൾ തൻ്റെ സ്നേഹത്തോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരുണ്ട്. എന്നാൽ അല്ലാഹുവേ, എൻ്റെ സ്നേഹത്തിൽ നീ മാത്രമാണ്. എങ്ങനെ അറിയും സ്നേഹം അങ്ങനെയാണെന്ന്? ഇദശ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദിൻ തബയ്യന മൻ ബകാ മിമ്മൻ തബാകാ. കവിളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുമ്പോൾ അറിയാം ആരാണ് ശരിക്കും കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന്. മരിച്ച വീട്ടിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും. അത് ചിലർ വെറുതെ ആക്ട് ചെയ്യായിരിക്കും, ചിലർ ശരിക്കും കരയായിരിക്കും. കണ്ണുനീര് കാണുമ്പോൾ അറിയാം ആരാണ് ശരിക്ക് കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന്. ആരുടെ ക്രൈ ആണ് ഫേക്ക്, ആരുടേതാണ് ജെനുവിൻ, ഇത് അവരുടെ യു കുഡ് ഐഡന്റിഫൈ ഫ്രം ദ ടീയേഴ്സ് ഓൺ ദ ചീക്ക് കാണാൻ പറ്റും. ഫഅമ്മാ മൻ ബകാ ഫയദൂബു വജ്ദാ വയൻതിഖു ബിൽ ഹവാ മൻ ഖദ് തശാകാ. സ്നേഹിക്കുന്നവർ സ്നേഹം കൊണ്ട് അലിഞ്ഞു പോവുകയാണ്. Those who love sincerely, they may melt in love. وَيَنْتِقُ بِالْهَوَى مَنْ قَدْ تَشَاكَى. And those who pretend to be loving, they would be expressive, they would be talking a lot, but their heart is not loving really. ഹൃദയം കൊണ്ട് ശരിക്ക് സ്നേഹിക്കാതെ നാവുകൊണ്ട് വെറുതെ പറയുന്നവർ, അത് ഉണ്ടാക്കുന്ന കാണിച്ചു വെക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ഒരു വാക്കുപോലും പറയാതെ ആ സ്നേഹത്തിൽ അലിഞ്ഞു പോകുന്ന ആളുകൾ സ്നേഹിക്കുന്നത് വല്ലാത്ത സ്നേഹമാണ്. നമുക്ക് അല്ലാഹുവിനോട് അങ്ങനെ ഒരു സ്നേഹം ഖൽബിൻ്റെ ഉള്ളിൽ തോന്നണ്ടേ? റബ്ബ് നമുക്ക് റമദാൻ എന്ന വസന്തം നൽകി, ഹബീബ് എന്ന അഷ്റഫുൽ ഖൽഖിനെ നമ്മുടെ നബിയായി തന്നു, റബ്ബിന്റെ കലാം വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു, ലൈലത്തുൽ ഖദ്ർ തരാൻ പോകുന്നു. എല്ലാം തന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരിൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. Allah is inviting you to the house of peace. സമാധാനത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. യദ്ഉ, അല്ല വെറുതെ വിളിക്കാന്ന്. ശരിക്കും ഭക്ഷണത്തിന് ആളയച്ച് ക്ഷണിച്ചു വരുത്തുന്നതിനാ ശരിക്കും യദ്ഉ എന്ന് പറയാ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ കുതിരയോട് ഞാനില്ല, ആ വഴിക്ക് ഞാനില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹൃദയത്തിൽ, അല്ലാഹുവിനോടുള്ള ഹൃദയത്തിൽ, ഹൃദയത്തിൽ കലർപ്പില്ലാത്ത സ്നേഹം അല്ലാഹു നമുക്കത് നൽകട്ടെ. എന്ന് വെച്ച് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞത്. ഭാര്യയെ, മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, അവരോടൊന്നും സ്നേഹം വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പരമമായ സ്നേഹം അത് അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു ഏറ്റവും നല്ലത് മാത്രം സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു ശുദ്ധമായ ഹൃദയമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടെ റബ്ബിനെ സ്വീകരിക്കാം. തങ്ങളാണോ? ബഹുമാനപ്പെട്ട സയ്യിദ് മടങ്ങാനുള്ള സമയമായി. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളായി, മുഹബ്ബീങ്ങളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹുമ്മ തുദ്ഹിബുൽ ഖതായ കമാ യുദ്ഹിബുൽ കീറു ഖബൽ ഹദീദ്. സ്വർഗത്തിലേക്ക് ഒരു നിമിഷം പോലും നരകം തൊടാതെ ചില ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇവിടെ തന്നെ ശിക്ഷ കൊടുത്ത് അല്ലാഹു ഡയറക്റ്റ് കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ചിലത് വിശുദ്ധ ഹദീസിൽ കാണാം. തിന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ തിന്മ ചെയ്യൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ, അതിൽ വിശ്വസിക്കുന്നവർ തെറ്റുകൾ ചെയ്യില്ല എന്നതിനർത്ഥമില്ല. തെറ്റ് സംഭവിക്കും. നമ്മളൊക്കെ വി ആർ ഓൾ ഹ്യൂമൻസ്, വി വുഡ് മേക്ക് മിസ്റ്റേക്സ്. പക്ഷേ ഉടനെ തൗബ ചെയ്യും, ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും.